ഹലോ, എല്ലാവർക്കും എൻബോസ് എംബസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് എറണാകുളത്തെ വാട്ടർ മെട്രോയിലാണ്. നമ്മൾ സ്റ്റേഷനിൽ നിന്ന് കയറിയപാടെ കാണാൻ കഴിയുന്നത് ഒട്ടനവധി പേർ വിനോദയാത്രയ്ക്കായും അതുപോലെ തന്നെ മറ്റ് ഒഫീഷ്യൽ ആവശ്യങ്ങൾക്കായും വാട്ടർ മെട്രോ ഉപയോഗിക്കുന്നുണ്ട്. സീറ്റുകളില്ലെങ്കിൽ പോലും നിന്നിട്ട് യാത്ര ചെയ്യാനും പല ആളുകളും തയ്യാറാണ്. മെട്രോയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ കണ്ണൂരിൽ നിന്നായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും നമ്മൾ അധികം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെയുള്ളവർക്ക് ഇതത്ര മനോഹരമായ കാഴ്ച ആയിരിക്കില്ലെങ്കിലും ഇതധികം കാണാത്ത ഞങ്ങൾക്ക് ഇത് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്ന വലിയ കണ്ടെയ്നർ കപ്പലുകളും അവയിലേക്ക് സാധനങ്ങൾ ലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വലിയ ക്രെയിനുകളും അവയുടെ മുന്നിലൂടെ പോകുന്ന സഞ്ചാരികളെ വഹിച്ചുകൊണ്ട് പോകുന്ന കുഞ്ഞി ബോട്ടുകളും നമുക്കിപ്പോൾ കാണാം. കേരള സർക്കാരിൻ്റെ ഒരു സർവീസ് ആയതുകൊണ്ട് തന്നെ മറ്റ് ബോട്ട് സർവീസുകളെ അപേക്ഷിച്ച് ഇവിടെ പൈസ വളരെ കുറവാണ്. അതുപോലെ തന്നെ നല്ല ക്ലീൻനെസ്സും ഉണ്ട്. ഇനി നമ്മൾ ഉള്ളിലോട്ട് പോകും തോറും വെള്ളത്തിൻ്റെ നിറം നല്ല നീല നിറമായി വരുന്നത് നമുക്ക് കാണാം. മുകളിൽ നീല ആകാശം, താഴെ നല്ല നീല നിറത്തിലുള്ള വെള്ളം, അതിനിടയ്ക്ക് ഒരു പരവതാനി വിരിച്ച പോലെ, പച്ച പരവതാനി വിരിച്ച പോലെ ഭൂമി. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിത്. എൻ്റെ അച്ഛനെ അനിയനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അനിയന് കുർത്തക്കേട് കുറച്ച് അധികമാണ്. അതുകൊണ്ട് ക്യാമറയിലോട്ട് നോക്കിയിട്ട് ഇതാ പല ഗോഷ്ഠികളും കാണിച്ചു കൂട്ടുന്നുണ്ട്. എൻ്റെ അനിയന് ഇഷ്ടമായെങ്കിൽ എല്ലാവരും തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യണേ. കായലോരത്തെ സ്ഥിതി ചെയ്യുന്ന ഒട്ടനവധി ഹോട്ടലുകളും റിസോർട്ടുകളും നമുക്കിപ്പോൾ കാണാം. ഇവിടെ താമസിക്കുന്നവർക്ക് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെ ഇത് ഒരുക്കും. ഇതാ നീണ്ടു കിടക്കുന്ന വെന്തുരുത്തി പാലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. പാലത്തിന് മുകളിലൂടെ വരിവരിയായി ഒട്ടനവധി വണ്ടികൾ പോകുന്നു. പാലത്തിന് മുകളിലൂടെ വാഹനങ്ങൾ പോകുന്നത് പോലെ തന്നെ അതിൻ്റെ അടിയിലൂടെയും സഞ്ചാരികളെ വഹിച്ചുകൊണ്ട് പോകുന്ന ഒട്ടനവധി ഹൗസ് ബോട്ടുകൾ നമുക്ക് കാണാം. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ മനോഹരമായ ഒരു അനുഭവമായിരിക്കും ഇത്. കായലോരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഹോട്ടലുകളിൽ താമസിക്കുന്നവർക്ക് ഹൗസ് ബോട്ട് യാത്രകൾ ഇവരൊരുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഹൗസ് ബോട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാട്ടർ മെട്രോ എന്ന ഐഡിയ ഇവിടെ വളരെയധികം സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെ പല ആളുകളും ഇവയെ ദൈനംദിന ആവശ്യത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് പോലെയുള്ള മറ്റൊരു വാട്ടർ മെട്രോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.